ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോംലി കുക്ക്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ബീഫ് കട്ട്ലറ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ബീഫ് കട്ട്ലറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ബീഫ് എടുക്കുമ്പോൾ അധികം നെയ്യില്ലാത്ത തുണ്ടൻ പീസ് നോക്കിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ബീഫിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും, എന്നാലും ഞാൻ എൻ്റെ ഒരു ധൈര്യത്തിന് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു വിസിൽ വന്ന ശേഷം ഒരു 10 മിനിറ്റ് സിമ്മിലിട്ടാണ് ഞാൻ വേവിച്ചെടുക്കാൻ പോകുന്നത്. പല ബീഫിനും പല വേവാണ്. ചില ബീഫ് ഒരു 20 മിനിറ്റെങ്കിലും സിമ്മിലിട്ട് വേവിച്ചാലാണ് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബീഫിൻ്റെ വേവനുസരിച്ച് അത് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് വേണം. ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 400 ഗ്രാം വരും. ഇനി ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് മുഴുവനോടെ ഇട്ട് തന്നെ വേവിക്കണം, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിലേക്ക് വെള്ളം കയറും. ഇതിലൊട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇതൊരു 6 വിസിൽ പോകുന്നവരെ വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവിച്ചെടുക്കണം, എന്നാലാണ് നന്നായിട്ട് ഉടഞ്ഞു കിട്ടുള്ളൂ. ചൂടാറി കഴിയുമ്പോൾ ഇതിൻ്റെ തൊലി മാറ്റിയിട്ട് നന്നായിട്ട് ഉടച്ച് വയ്ക്കാം. അപ്പോൾ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ബീഫിലൊട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ബീഫിലെ വെള്ളം ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരണം. ഇതിലേക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം, അതും കുഴപ്പമൊന്നുമില്ല. ഇഞ്ചിയും വെളുത്തുള്ളി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് നരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 പച്ചമുളക് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില വേണം. ഞാനിവിടെ 1 തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അത് കഴിഞ്ഞിട്ട് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിയുടെ അളവ് 1 ടീസ്പൂൺ കൂടി വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഇതൊരു 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലകളെല്ലാം നന്നായിട്ട് ബീഫിലേക്ക് മിക്സ് ആവുന്ന മാതിരി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ബീഫ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഉടയ്ക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് ഉടച്ചെടുത്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടായി കിട്ടുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിവിടെ ഒരുവിധം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് കൈ കൊണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, എന്നാലാണ് ഇതെല്ലാം ഒരേപോലെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് കിട്ടുള്ളൂ. ഇതിവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൈ കൊണ്ട് കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫും ഉരുളക്കിഴങ്ങും എല്ലാം എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വരുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോ ബോൾസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ഫിനിഷായി കിട്ടും. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ മാത്രമല്ല, ഓവൽ ഷേപ്പിലോ അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പിലോ ഒക്കെ ഇത് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. ഇനി ഇതിനൊരു കോട്ടിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഇതൊന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. രണ്ടും ഒരു കൈ കൊണ്ട് തന്നെ ചെയ്യരുത്.
അതുപോലെ ഇത് എല്ലാം തന്നെ ചെയ്തു വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് എണ്ണയിലേക്ക് വീണ് അത് കരിഞ്ഞു പോവും. ഞാനിതിന് മുന്നേ ബ്രെഡ് ക്രംസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരേ ഹീറ്റിൽ തന്നെ ഫ്രൈ ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. എണ്ണയിൽ നിന്നെടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ചിടണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇട്ട് കഴിഞ്ഞിട്ട് ഫ്ലെയിം കൂട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കട്ട്ലറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള കട്ട്ലറ്റ് കൂടെ നമുക്ക് ചെയ്തെടുക്കണം. ബ്രെഡ് ക്രംസ് കരിഞ്ഞെന്ന് തോന്നുവാണെങ്കിൽ ബ്രെഡ് ക്രംസ് കരിഞ്ഞത് മാറ്റിയിട്ട് വേണം അടുത്തത് ചെയ്യാൻ, അല്ലെങ്കിൽ ഇനി ചെയ്യുന്ന കട്ട്ലറ്റിലും അത് പിടിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.